ഞാൻ ഇന്ന് വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ ചുക്ക് കാപ്പി എന്നും മല്ലിക്കാപ്പി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കൂടാതെ ഈ കാപ്പിപ്പൊടി ഉണ്ടാക്കാനുള്ള ചേരുവകളെല്ലാം നമ്മുടെ വീട്ടിൽ എല്ലായ്പ്പോഴും ഉള്ളതുമാണ്. ഇനി നമുക്ക് ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. കൂടാതെ 2.5 ടേബിൾ സ്പൂൺ ഉലുവ, 2.5 ടേബിൾ സ്പൂൺ ജീരകം, 4 മുതൽ 5 കഷ്ണം വരെ ചുക്ക്, 1 ടേബിൾ സ്പൂൺ ഏലക്ക. ഇവയാണ് ഈ കാപ്പിപ്പൊടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് ചുക്ക് നല്ലപോലെ ചതച്ചെടുക്കണം. അതിനുശേഷം എല്ലാ ചേരുവകളും ഒരു പാനിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. 3 മിനിറ്റ് 4 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു നല്ല വാസന വന്നു തുടങ്ങും. ആ സമയം സ്റ്റൗ ഓഫ് ചെയ്ത് പാൻ സ്റ്റവിന് മുകളിൽ തന്നെ വെച്ച് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. നല്ലപോലെ ചൂട് മാറിക്കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ബൗളിലിട്ട് പൊടിച്ചെടുക്കണം. ഈ പൊടി നമുക്ക് എയർ ടൈറ്റായ ഒരു കുപ്പിയിൽ കുറേ നാൾ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇനി കാപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കാപ്പി ഉണ്ടാക്കാനുള്ള പാത്രം സ്റ്റവിൽ വെച്ച് 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. ഇത് 1 കപ്പ് കാപ്പിക്കുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. വെള്ളം നല്ലപോലെ തിളച്ചു കഴിയുമ്പോൾ 1 ടീസ്പൂൺ പൊടിച്ചു വെച്ച പൊടി ചേർത്ത് തിളപ്പിക്കുക. ഈ സമയം സ്റ്റവ് ലോ ഫ്ലെയിമിലായിരിക്കണം. 3 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെള്ളവും പൊടിയും തിളയ്ക്കാൻ അനുവദിക്കുക. ഒരു 3 മിനിറ്റിന് ശേഷം 1 ടേബിൾ സ്പൂൺ പനഞ്ചക്കര ചേർക്കുക. ഇത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചക്കരയുടെ അളവിൽ മാറ്റം വരുത്താം. പനഞ്ചക്കര ചേർത്തതിന് ശേഷം ചക്കര നല്ലപോലെ കാപ്പിയുമായി അലിയുന്നത് വരെ തിളപ്പിക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അരിപ്പയിൽ അരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ശർക്കരയെക്കാളും പനഞ്ചക്കര അഥവാ കരിപ്പെട്ടിയാണ് ഈ കാപ്പിക്ക് നല്ലതായി ചേരുന്നത്. ഇത് എന്നും 1 ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വളരെ ഉത്തമമാണ്.